മതം വിട്ട് കഴിഞ്ഞാൽ പിന്നെ മതത്തിനോട് വിരോധിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രത്യയശാസ്ത്രങ്ങളെ വിമർശിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ മതം വിട്ടാൽ പിന്നെ ആ മതം വിട്ട് കഴിഞ്ഞ് പിന്നെ അവർ മണപ്പിക്കുന്നത് മുഴുവൻ മനുഷ്യൻ്റെ ചേർത്തുള്ള വേറെ ഏതോ സ്ഥലങ്ങൾ. എനിക്ക് പറയാൻ പറ്റില്ല, അതൊരു സുഖകരമായ പദമല്ലാത്തതുകൊണ്ട്. അത് പരസ്പരം മണത്ത് ജീവിക്കുന്നവരാണോ ഇവർ എന്ന് തോന്നിപ്പോവും. ഈ മതം വിടുന്നവരുടെ കാര്യമാണ് പറയുന്നത്. മതവിശ്വാസികളായിട്ടുള്ളവരെല്ലാവരും നല്ലവരൊന്നുമല്ല. പക്ഷേ അവർ മതത്തിനുള്ളിൽ കഴിയുമ്പോഴും ആ മതത്തിൻ്റെ ചില മൂല്യങ്ങളൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ വരും. കുറഞ്ഞപക്ഷം ചില നന്മകളിലെങ്കിലും അത് കാണാൻ പറ്റും. പക്ഷേ ഈ വിട്ട് കഴിഞ്ഞാൽ പിന്നെ മതത്തിൽ നിന്ന് മുഖം അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പരസ്പരം രണ്ടുപേരും അവരവരുടെ ശരീരത്തുള്ള തം എന്ന വാക്കിൽ അവസാനിക്കുന്ന, അതിനു മുമ്പ് ഒരക്ഷരം കൂടിയുള്ള അത് മണപ്പിച്ച് ജീവിതം മുഴുവൻ തീർക്കുകയാണോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പാടന്തറയിൽ ദേവർഷോലെ ഉസ്താദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം 850 860 മനുഷ്യരുടെ സമൂഹ വിവാഹം സംഘടിപ്പിച്ചു. ആ സമൂഹ വിവാഹം ഏറ്റവും ഗംഭീരമായിട്ടാണ് നടന്നത്. അതിൽ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട ഒത്തിരി പേരുണ്ടായിരുന്നു. ഈ അന്യസംസ്ഥാനങ്ങളിൽ സമൂഹ വിവാഹം അത് കുറച്ചുകൂടി അനിവാര്യമായ രീതിയിൽ നമ്മുടെ നാട്ടിലേതിനേക്കാൾ കുറച്ചുകൂടി സക്സസ്ഫുള്ളുമാണ്, കുറച്ചുകൂടി ആയാസരഹിതവുമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ വിവാഹം കഴിക്കുന്നവർക്ക് ഈ 1 2 3 പവൻ, പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഏർപ്പാടുകൾ, പിന്നെ പ്രധാനമായും വേണ്ടത് അവരുടെ വീടുകളിലേക്കുള്ള മുഴുവൻ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അവർ ഈ കല്യാണം കഴിച്ചു പോകുന്ന വീടുകളിലേക്ക് 10 കൂട്ടം സാധനം, 20 കൂട്ടം സാധനമൊക്കെ. നമ്മുടെ പിന്നെ ബാംഗ്ലൂർ KMCC അതിൻ്റെ ഈ സമൂഹ വിവാഹത്തെക്കുറിച്ച് എന്നോട് അതിൻ്റെ ഉസ്മാൻ സാഹിബും സെക്രട്ടറിയും ഒക്കെ ഒരു ദിവസം അതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. അവർ സമൂഹ വിവാഹം നടത്തുന്നതിൻ്റെ ഒരു സംഗതി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇവിടുത്തെ വിവാഹം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അപ്പോൾ വ്യത്യസ്ത മതത്തിലും ജാതിയിലും പെട്ടവരുണ്ടാവും, എല്ലാവരും സഹകരിക്കും, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ഈ വിവാഹ ഉപഹാരമായി കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെയൊന്നും വേണ്ട. പോക്കറ്റ് മണിയും സ്ത്രീധനവും 10 പവനും ഒന്നും വേണ്ട. 1 2 പവനാണ് അവർക്ക് കൊടുക്കുന്നത്. ഇവിടെ എത്രയാണ് കൊടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതൊരു മഹത്തായ കാര്യമാണ്. അത് ആ മനുഷ്യൻ, ഈ ദേവർഷോലെ ഉസ്താദ് എന്ന് പറയുന്ന അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം ഇതിനു മുമ്പും ചെയ്തത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനതിനെക്കുറിച്ച് വീഡിയോയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ ദിവസമാണ് നടന്നത്. അപ്പോൾ അവരെ നിർത്തി വിവാഹത്തിൻ്റെ സംഗതികൾ ചെയ്തപ്പോൾ അതിൻ്റെ നടുവിൽ 2 ഉസ്താദന്മാരാരോ അതിൻ്റെ നടുവിൽ വന്നു. അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നു. അത് നിന്നപ്പോൾ ഈ മതം വിട്ട പെണ്ണിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം അവിടെ കുറ്റമല്ല, മതം വിട്ട് കഴിഞ്ഞ് പിന്നെ മണപ്പിക്കുന്നത് അവിടെയല്ലേ, ആ സ്ഥലത്ത് വലിയ സുഗന്ധം ഉണ്ടാവില്ല. പിന്നെ ആ മണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കും എല്ലാം നോക്കിക്കാണുക. ഞാൻ എപ്പോഴോ പറഞ്ഞൊരു കഥയുണ്ട്. ഒരു പ്രായമായ മനുഷ്യൻ, അമ്മായിയപ്പൻ, വീട്ടിൽ ഭയങ്കര പോരും പുക്കാറും ഒക്കെ അവിടെ എല്ലാം നാറ്റം എടുക്കുന്നു എന്ന് പറഞ്ഞ് ഒടുവിൽ ഒരു മകൻ്റെ വീട്ടിൽ നിന്ന് വേറൊരു മകൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അപ്പോഴും നാറ്റം. പിന്നെയാണ് തിരിച്ചറിയുന്നത് അദ്ദേഹത്തിൻ്റെ മീശയിലായിരുന്നു നാറ്റം എന്നറിഞ്ഞത്. അത് വടിച്ചു കളയേണ്ടി വന്നു സുഗന്ധം ആസ്വദിക്കാൻ. അപ്പം മതം വിട്ട പെണ്ണിനോട് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ മണത്തുകൊണ്ടിരിക്കുന്ന ആ ഭാഗം മാറ്റി എല്ലാ മനുഷ്യരെ പോലെയും ശുദ്ധമായി മണപ്പിക്കാൻ തുടങ്ങിയാൽ ഈ നന്മകളൊക്കെ നന്മകളായി തോന്നും. അപ്പോൾ അതിന് ഗേ കല്യാണം പോലെ ഒന്നും തോന്നില്ല. അത് തോന്നാൻ കാര്യം അത് മണപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ദയവായി ഉടൻ തന്നെ മതം വിടുന്നവർ മതം വിട്ട് സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത് പരസ്പരം മണപ്പിച്ച് കളയരുത്, അത് വലിയ കുഴപ്പമാവും. അങ്ങനെ മണപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ആരിഫ് ഹുസൈനെ പോലെയുള്ളവരൊക്കെ ഈ പലതരത്തിലും ചുറ്റിത്തിരിഞ്ഞ് കറങ്ങി പലതുമൊക്കെ പറഞ്ഞു കൂട്ടുന്നത് ഈ മണം വിട്ടുപോകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മതം വിട്ടോളൂ, പക്ഷേ മണപ്പിക്കരുത്.